കർണാടക അങ്കോലയിൽ മണ്ണിനടിയിൽ കുടുങ്ങിയ അർജുനായുള്ള തെരച്ചിൽ അത് നിർണായക ഘട്ടത്തിലാണ്. അതിലൊരു വഴിത്തിരിവുണ്ടാകുന്നു. ലോറി അകപ്പെട്ട സ്ഥലം കണ്ടെത്തിയെന്ന് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ 24നോട് വ്യക്തമാക്കി. വാഹനം പുഴയിലേക്ക് വീണിട്ടില്ല എന്ന് നാവികസേനയുടെ പരിശോധനയിൽ സ്ഥിരീകരിക്കുന്നുണ്ട്. ലോറി കിടക്കുന്ന ലൊക്കേഷൻ കണ്ടെത്താനും ദൗത്യസംഘത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതിനിടെ അർജുന്റെ ഫോൺ ലൊക്കേഷനും നദിയുടെ അടുത്തല്ല എന്ന് സൈബർ സെൽ സ്ഥിരീകരിക്കുന്നു. രക്ഷാപ്രവർത്തനം ഊർജിതമാക്കണമെന്നാവശ്യപ്പെട്ട് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ കത്തയച്ചിട്ടുണ്ട്. ഏറ്റവും പുതിയ വിവരങ്ങളുമായി സജോ ദേവസ്യ നമുക്കൊപ്പം ചേരുന്നുണ്ട്. സജോ, ഈ ലോറി എവിടെയാണ് എന്നുള്ളത് ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അവിടെ ആ ഏരിയ കേന്ദ്രീകരിച്ചുകൊണ്ട് രക്ഷാദൗത്യം ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരുപാട് പ്രതിസന്ധികളുണ്ട്, കാലാവസ്ഥയടക്കം. ഒപ്പം തന്നെ വലിയ മണ്ണ് മലയാണ് വീണിരിക്കുന്നത്. അത് മാറ്റി ആ ലോറി കണ്ടെത്തുക എന്നുള്ളതൊക്കെ വലിയ പ്രതിസന്ധികൾ മുന്നിലുള്ള ദൗത്യമാണ്. ഈ ഘട്ടത്തിൽ രക്ഷാദൗത്യം എവിടെയാണ് എത്തി നിൽക്കുന്നത് സജു? റിജിത്ത്, ഷിരൂരിലെ അങ്കോലയിൽ ദേശീയപാത 66 ചേർന്ന ഭാഗത്താണ് ഈ വലിയ തോതിലൊരു കുന്ന് തന്നെ ഇടിഞ്ഞ് റോട്ടിലേക്ക് പതിച്ചത്. അവിടെ ദേശീയപാത വികസിപ്പിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായി കുന്നിടിച്ച് മണ്ണ് നീക്കിയിരുന്നു. അതിലൊരു ഭാഗമാണ് താഴേക്ക് പതിച്ചത്. ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനം വന്നത് പൂർണ്ണമായും കരയിലേക്ക് കേന്ദ്രീകരിച്ചിട്ടുണ്ട്. രക്ഷാദൗത്യം കരയിലേക്കും കേന്ദ്രീകരിച്ചിട്ടുണ്ട്. ഗംഗാവലി നദിയിൽ അകപ്പെട്ടിരിക്കാമെന്ന സംശയത്തെ തുടർന്ന് നേവിയുടെയും ഡൈവർമാർ എത്തിയിരുന്നു. അവരോട് പരിശോധന നടത്തി. പക്ഷേ നദിയിൽ അകപ്പെട്ടിട്ടില്ല എന്നൊരു, നദിയുടെ അടിത്തട്ടിൽ ഈ വാഹനം അകപ്പെട്ടിട്ടുണ്ടാവില്ല എന്നൊരു നിഗമനമാണ് ഇപ്പോൾ ഉള്ളത്. ആ പരിശോധന, നദിയിലെ പരിശോധന അവസാനിപ്പിച്ചത് പൂർണ്ണമായും കരയിലേക്ക് കേന്ദ്രീകരിച്ചിട്ടുണ്ട്. ലൊക്കേഷൻ എന്നത് ഈ മൺകൂനയ്ക്കടിയിൽ തന്നെയാണ്, ഈ മണ്ണിന് അടിയിൽ തന്നെയാണ് ലൊക്കേഷൻ ഉള്ളത്. പക്ഷേ സാധാരണഗതിയിൽ നമ്മളൊരു ദുരന്തമുഖത്ത് പ്രതീക്ഷിക്കുന്ന അത്ര വേഗതയോടുകൂടി രക്ഷാപ്രവർത്തനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ ആ നിലയ്ക്ക് അതിനെ വിലയിരുത്തേണ്ടതുണ്ട്. പക്ഷേ ഇപ്പോൾ ചെയ്യുന്നൊരു കാര്യം പൂർണ്ണമായും വശങ്ങളിൽ നിന്ന് മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് മണ്ണ് നീക്കുകയാണ്. മെറ്റൽ ഡിറ്റക്ടർ എടുത്ത് ഏറെക്കുറെ ലൊക്കേഷൻ നോക്കുന്നുണ്ട്. ഒരു ടീം കൂടി, അതായത് കുറച്ചുകൂടി ടെക്നിക്കൽ സപ്പോർട്ട് കൂടി മംഗളൂരു ടീം കൂടി എത്തി സപ്പോർട്ട് നൽകും എന്നാണ് നമ്മളിപ്പോൾ അവിടെ നിന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെ വരുമ്പോൾ രണ്ട് ഭാഗങ്ങളിൽ നിന്ന് കൂടുതൽ മികവുള്ള, കുറെ കൂടി സാങ്കേതികമായി മെച്ചപ്പെട്ട മെറ്റൽ ഡിറ്റക്ടറുടെ സേവനം കൂടി ഇനിയും ലഭ്യമാക്കുന്നുണ്ട്. അവിടെ നിലവിൽ ഇത് ഉപയോഗിച്ച് തന്നെ ഒരു പരിശോധന നടത്തി. അതിൽ പക്ഷേ കൂടുതൽ പുരോഗതി എന്ന് പറയാൻ കഴിയുകയില്ല. അതേസമയം ഇവിടെ ഇപ്പോഴും ഈ മണ്ണ് നീക്കം നടക്കുന്നുണ്ട്. അത് ഈ ലൊക്കേഷനിലേക്ക്, അതായത് GPS ലൊക്കേഷനാണ് കിട്ടിയത്. ആ GPS ലൊക്കേഷൻ എക്സാക്ട് ശരിയായിക്കൊള്ളണം എന്നില്ല. അത് കുറെ കൂടി അക്യുറേറ്റ് ആയ ഒരു ലൊക്കേഷൻ കിട്ടുക എന്നത് കുറച്ചുകൂടി സാങ്കേതിക വിദ്യയിൽ മെച്ചപ്പെട്ട മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് നോക്കണം. അത് ഒരു തവണ 2-3 തവണ അത്തരം പരിശോധന നടത്തി കുറെ കൂടി മെച്ചപ്പെട്ട സംവിധാനങ്ങൾ കൂടി അങ്ങോട്ടേക്ക് എത്തിക്കുന്നുണ്ട്. ഇപ്പോൾ അവിടെ നടക്കുന്നത് ഈ പാതയുടെ ഒരു ഭാഗത്ത്, അതായത് നദിയോട് ഗംഗാവലി നദിയോട് ചേർന്നാണ് ഈ പാതയുള്ളത്. പാതയോട് ചേർന്ന ഭാഗത്തേക്ക് പൂർണ്ണമായും മണ്ണ് ഇടിഞ്ഞെത്തിയിരുന്നു. ആ ഭാഗത്തു കൂടിയാണ് ഇപ്പോഴും മണ്ണ് നീക്കുന്നത്. അത് സംബന്ധിച്ച് ചില പരാതികളൊക്കെ അവിടെ എത്തിയ ഈ വാഹനത്തിൻ്റെ ഉടമയടക്കമുള്ള ആളുകളും മറ്റുമൊക്കെ ഉന്നയിച്ചിരുന്നു. പക്ഷേ അതിൽ രക്ഷാപ്രവർത്തകരുടെ ഭാഗമായി അല്ലെങ്കിൽ അവിടുത്തെ ഉന്നത ഉദ്യോഗസ്ഥരിൽ നമുക്ക് ലഭ്യമാകുന്ന ഒരു വിവരം, ആ പാത ആദ്യം ഒന്ന് ക്ലിയർ ചെയ്യുക എന്നത് ഈ ദൗത്യം കുറെ കൂടി വേഗത്തിൽ മുന്നോട്ട് പോകാൻ ആവശ്യമാണ് എന്നാണ് അവർ വ്യക്തമാക്കുന്ന ഒരു കാര്യം. യഥാർത്ഥത്തിൽ ഈ ലോറി കിടക്കുന്ന ലൊക്കേഷനോട് ചേർന്നുള്ള ഭാഗത്തേക്ക് കുഴിക്കുകയോ അതിലേക്ക് വളരെ വേഗത്തിൽ അടുത്തേക്ക് എത്താനോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പക്ഷെ അപ്പോഴും പ്രതീക്ഷയ്ക്ക് വകയുള്ള ധാരാളം കാര്യങ്ങളുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വെല്ലുവിളിയായി ഇടയ്ക്കിടെ ഇടവിട്ട അതിശക്തമായ മഴ ലഭ്യമാകുന്നുണ്ട്. മഴയുടെ ശക്തി ചില ഘട്ടങ്ങളിൽ ദുർബലമാകും. അപ്പോൾ കുറെ കൂടി ഈ മണ്ണ് നീക്കം ആക്സിലറേറ്റ് ചെയ്യപ്പെടും, പക്ഷേ വേഗത കൂടും. പക്ഷേ പിന്നീട് വീണ്ടും അതിശക്തമായ മഴ ലഭ്യമാകുന്നുണ്ട്. ഒപ്പം കൂടുതൽ മണ്ണിടിച്ചിലിനുള്ള ആശങ്കയുണ്ട് എന്ന് അവിടെ നേരത്തെ തന്നെ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ പറഞ്ഞിരുന്നു. കാരണം ഇതിൻ്റെ ഒരു ഭാഗം തന്നെ ഇടിഞ്ഞ് അവിടെ സാധാരണഗതിയിൽ ഒരു സോയിൽ നെയിലിംഗ് ഒക്കെ ചെയ്യാറുണ്ട്. അത്തരം നെയിലിംഗ് ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. മണ്ണെടുത്തത് തന്നെ അശാസ്ത്രീയമായാണ്. അവിടെ നിന്ന് കൂടുതൽ മണ്ണിടിച്ചിലുണ്ടാകാനുള്ള സാധ്യത, ഇടവിട്ട് പെയ്യുന്ന ശക്തമായ മഴ, മലയുടെ മുകളിൽ നിന്ന് വലിയ തോതിൽ വെള്ളം ഒലിച്ചിറങ്ങി ചെളിയായി രൂപാന്തരം പ്രാപിക്കുന്നതൊക്കെ വലിയ പ്രതിസന്ധിയാണ്. മറ്റൊന്ന്, വലിയ അളവിലുള്ള മണ്ണാണ് അവിടെ വന്ന് പതിച്ചിരിക്കുന്നത്. ഒരു കുന്ന് തന്നെ അപ്പാടെ എന്ന് തോന്നിപ്പിക്കും വിധമാണ് ഇടിഞ്ഞ് താഴേക്ക് പതിച്ചിരിക്കുന്നത്. അവ നീക്കം ചെയ്യുക കുറെ കൂടി വേഗത്തിൽ ഈ രക്ഷാപ്രവർത്തനം നടക്കേണ്ടതായിരുന്നു. അതുതന്നെയും വൈകിയും. ഇപ്പോൾ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് വശങ്ങളിൽ നിന്ന് മണ്ണ് നീക്കുകയാണ്. അതായത് പാതയോട് ചേർന്ന ഭാഗങ്ങളിൽ നിന്നാണ് മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ലോറി ഉണ്ട് എന്ന GPS ലൊക്കേഷൻ ലഭിച്ചത് ഈ പാതയുടെ ഒരു വശത്താണ്. അതായത് കുറെ കൂടി ഈ മണ്ണിട്ട് ഇടിഞ്ഞ ഭാഗത്തോട് ചേർന്ന പ്രദേശത്താണ്. അതായത് റോഡിൻ്റെ ഒരു വശത്താണ്. ആ വശത്തായിരുന്നു ഈ വാഹനം ഉണ്ടായിരുന്നത്. അതിന് മുകളിലേക്കാണ് എത്തിയത്. ഇപ്പോൾ റോഡിൻ്റെ ഒരു ഭാഗത്ത് നിന്നാണ് മണ്ണ് നീക്കി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത് കുറെ കൂടി വേഗത്തിൽ ആവണം എന്നൊരാവശ്യം നേരത്തെ തന്നെ സംസ്ഥാന സർക്കാരും സംസ്ഥാന മുഖ്യമന്ത്രിയും ഒക്കെ കർണാടക സർക്കാരുമായി ബന്ധപ്പെടുകയും കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ ഓഫീസിൽ നിന്ന് തന്നെ ഇത് സംബന്ധിച്ച് ഏകോപനത്തിന് നിർദ്ദേശമുണ്ടാവുകയും ചെയ്തു. സർക്കാരും പ്രതിപക്ഷവും കോൺഗ്രസ് ദേശീയ നേതാക്കളും ഒക്കെ അങ്ങനെയുള്ള ആളുകളുടെ ഒക്കെ ഒരു സമ്മർദ്ദം ഇതിനൊടുവിൽ കുറെ കൂടി ഇതിന് വേഗം കൈവന്നു. പക്ഷേ അപ്പോഴും കുറെ കൂടി
കുറെ കൂടി ശുഭകരമായ വാർത്തയിലേക്ക് എത്താൻ ഇനിയും കുറെ കൂടി സമയമെടുക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. കാരണം ഇത് ശ്രമകരമായ ദൗത്യമാണ്, അത് ദുഷ്കരമാണ്. ആ പുഴയിൽ സംബന്ധിച്ച ആ ഒരു സംശയം ഏറെക്കുറെ, അത് പൂർണ്ണമല്ലെങ്കിൽ കൂടി ഏറെക്കുറെ ആ പരിശോധന അവിടെ അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ അവിടെ നിന്നുള്ള ഉദ്യോഗസ്ഥർ പറയുന്നത് പുഴയിൽ ഇനി പരിശോധനയുടെ ആവശ്യമില്ല, അങ്ങോട്ടേക്ക് അർജുൻ ഉൾപ്പെട്ട വാഹനം പതിച്ചിട്ടില്ല എന്നതാണ് നിഗമനം. ഒപ്പം GPS ലൊക്കേഷനുണ്ട്, മുകളിൽ നിന്ന് കുഴിക്കുക എന്നത് സംബന്ധിച്ചൊക്കെ ചില ചർച്ചകൾ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ദുരന്ത നിവാരണ വിദഗ്ധരൊക്കെ പറയുന്നത് ഈ ഇരുഭാഗവും ഈ മണ്ണിടിഞ്ഞ് വീണതിൻ്റെ ചുറ്റുവട്ടം പൂർണ്ണമായും തെളിച്ചെടുക്കുക, അതായത് മണ്ണ് നീക്കി വാഹനങ്ങൾ എങ്ങോട്ട് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും നീങ്ങാൻ കഴിയും വിധം തെളിച്ചെടുക്കുക, അവിടെ നിന്ന് മണ്ണ് വെട്ടി ഇറക്കുന്ന മാതൃകയിൽ വെട്ടി ഇറക്കി അങ്ങനെ ഇതിലേക്ക് അടുത്തേക്ക് പോവുക. ഒപ്പം മറ്റു കുറെ കൂടി രക്ഷാപ്രവർത്തകർക്കൊക്കെ കാര്യങ്ങൾ കുറെ കൂടി എളുപ്പമാകും വിധം ചുറ്റും ക്രമീകരണങ്ങൾ ഒരുക്കുക, മണ്ണൊരു ഇരുഭാഗങ്ങളിൽ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് മണ്ണ് നീക്കി അകത്തേക്ക് പോവുക എന്നതാണ്. പക്ഷേ അത് കൂടുതൽ വൈകുന്നു, മഴ ഇടപെട്ട് പെയ്യുന്നുണ്ട്, കൂടുതൽ രാത്രിയായ രക്ഷാദൗത്യം കൂടുതൽ ദുഷ്കരമാകും. ഒപ്പം ഈ രക്ഷാപ്രവർത്തക ടീമിനൊപ്പം കൂടുതൽ 2 അഡീഷണൽ ടീമിനെയും കൂടിയും നിയോഗിച്ചു എന്നാണ് ഇപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഉദ്യോഗസ്ഥരിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അവർ കൂടി ടീമിനൊപ്പം ജോയിൻ ചെയ്യും. പക്ഷേ എക്സാക്റ്റ് GPS ഏതായാലും വ്യക്തമാക്കുന്നത് അതൊരു നിർണായക വിവരമായിരുന്നു. അതായത് ഈ രക്ഷാപ്രവർത്തനത്തിൽ ഒരു വഴിത്തിരിവാകുന്ന ഒരു നിർണായക വിവരം തന്നെയായിരുന്നു. അതായത് മണ്ണിനടിയിൽ തന്നെ ഈ വാഹനമുണ്ട്, അവിടെ വളരെ വേഗത്തിൽ ആ വാഹനത്തോട് അടുപ്പിച്ച് മണ്ണ് നീക്കം ചെയ്യുക, അങ്ങോട്ടേക്ക് അടുത്ത് മണ്ണ് നീക്കം ചെയ്യുക, ആ വാഹനം പുറത്തേക്ക് എത്തിക്കാൻ വിധമുള്ള വളരെ വേഗത്തിലുള്ള ഇടപെടൽ ഉണ്ടാവുക എന്നതാണ്. ദുരന്തമുഖത്ത് നമ്മൾ കുറെ കൂടി വേഗത്തിലുള്ള ഇടപെടൽ പ്രതീക്ഷിക്കും. പക്ഷേ ഇപ്പോൾ അതിന് വേഗം കൈവന്നിട്ടുണ്ട്. പക്ഷേ പ്രതീക്ഷിക്കുന്ന അത്ര വേഗമുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ആ നിലയ്ക്ക് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട ഒരു സംഗതിയാണ്. പക്ഷേ അവിടെ ഇപ്പോൾ കുറെ കൂടി വേഗത്തിൽ കുറെ കൂടി മെച്ചപ്പെട്ട നിലയിൽ മണ്ണ് നീക്കം ഉൾപ്പെടെ നടക്കുന്നുണ്ട്. അത് കുറെ കൂടി വേഗത്തിൽ പൂർത്തീകരിക്കാൻ കഴിയുകയാണെങ്കിൽ നമുക്ക് ശുഭകരമായ വാർത്ത. ശരി, നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്ന് അല്പം കൂടി വേഗത്തിൽ അവിടെ രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി മനസ്സിലാക്കുന്നത്. അർജുൻ ഉൾപ്പെട്ട വാഹനം പുഴയിലേക്ക് വീണിട്ടില്ല എന്നുള്ളൊരു നിഗമനത്തിൽ തന്നെയാണുള്ളത്. ആ ലോറിയുള്ള സ്ഥലം ഏതാണ്ട് ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ ഏരിയ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള തിരച്ചിൽ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും നിർണായകമായ ഒരു ഘട്ടമാണ് ആ രക്ഷാദൗത്യത്തിൻ്റെ. കൂടുതൽ അംഗങ്ങൾ ആ ടീമിനൊപ്പം വരും മണിക്കൂറുകളിൽ ചേരും എന്നുള്ള വിവരം കൂടി ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്നു.